പല പ്രേക്ഷകർക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ഒരു പത്രാസുള്ളൂ എന്നുള്ളൊരു അവബോധമുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വികലമായ മലയാളം പറയുന്ന ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ ഒറ്റ അവതാരകനും പിന്നെ വികലമായിട്ടുള്ള ഇംഗ്ലീഷ് പറയില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ആദ്യത്തെ 10 പത്രങ്ങളിൽ 2 എണ്ണം മലയാളത്തിലാണ്. അതുപോലെ തന്നെ വേറെ എത്രയെങ്കിലും ദിനപത്രങ്ങൾ, എത്ര അന്തിപത്രങ്ങൾ, എത്ര പുസ്തക പ്രസാധകർ, എത്ര പുസ്തകങ്ങൾ, എത്ര ആനുകാലികങ്ങൾ. മലയാളത്തിന്റെ മാർക്കറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു പഠനം ഇവിടെ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മലയാള പത്രം വരുത്തുന്നതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളും വരുത്തും, പക്ഷേ ഒരു പേജ് പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പം അപ്പം ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പം അത് ടീപ്പോയുടെ മുമ്പിലേക്ക് വരും. മലയാള പത്രത്തിൻ്റെ മുകളിലാണ് ഞാൻ ധാരാളം എൻ്റെ വീട്ടിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിച്ചതെങ്കിൽ കൂടിയും ഇംഗ്ലീഷ് പത്രത്തിനോട് എനിക്ക് അവജ്ഞ ഒന്നുമില്ല. പക്ഷേ അത് മലയാളത്തിൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ സത്യനന്ദിക്കാണ്ട വിനോദയാത്രയിൽ പാർവതി ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്. അപ്പം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ മലയാളം പറഞ്ഞ് ശീലിക്കുന്നത്. അപ്പം ഈ മലയാളമാണ് ചാനലിൽ വേണ്ടത് അവതാരയാകാൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അൺറിട്ടൺ റൂൾ ഉണ്ടോ? അതായത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ മലയാളം പറയണം, ഇംഗ്ലീഷും പറയണം. ശരിക്കും ദേശീയ ഭാഷയായ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ ഒരു അടിസ്ഥാന പരിജ്ഞാനവും വേണം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് ഞാനാണ് വലുത്, എനിക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, മലയാളമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതാണ്, ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അങ്ങനെയല്ല, നമുക്ക് ഏത് ഭാഷയാണ് കംഫർട്ട് ആ രീതിക്ക് പറയും. പിന്നെ നേരത്തെ പറഞ്ഞ അവതാരകർ എല്ലാവരും തീർച്ചയായിട്ടും ചില മാധ്യമ പ്രവർത്തകരും അവതാരകരും ഒക്കെ മലയാളത്തിനെ മോശമായിട്ട് വികലമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കലും അതിനെ അനുകൂലിക്കുകയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ 100 വർഷം മുമ്പ് ഉപയോഗിച്ച മലയാളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, 200 വർഷം മുമ്പുള്ള മലയാളമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാഷയുടെ ഒരു പരിണാമം, വികാസം, ആ ഭാഷയുടെ ലാംഗ്വേജ് എവല്യൂഷനെ കുറിച്ചും കൂടെ നമ്മൾ ഇവിടെ ചിന്തിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മറക്കരുത്. ഒരു ഭാഷ മാറുന്നുണ്ട്, അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഷ മാറുന്നുണ്ട്, ഒരു ഡിജിറ്റലൈസ്ഡ് മലയാളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു ഇടക്കാലത്ത് സാഹിത്യം, മലയാള സാഹിത്യം ആൾക്കാർ വായിക്കുന്നില്ല, എഴുതുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഫേസ്ബുക്ക് വഴി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വഴി മലയാളം ഒരു മലയാളി ഗ്രഫി എന്ന് പറയുന്ന ഒരു സംഭവം വളർന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ എഴുതുന്നവർ കൂടുന്നു, കവിതകളാണെങ്കിലും കഥകളാണെങ്കിലും. പക്ഷേ അതൊരു 20 വർഷമായിട്ട് നമ്മൾ ആഴ്ചപ്പതിപ്പിൽ വായിക്കുന്ന മലയാളമല്ല. എല്ലാവർക്കും 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു എഴുത്തുകാരന് 9 മലയാളമുണ്ട്. ബ്ലോഗിൽ എഴുതുന്ന ഭാഷയെല്ലാം നല്ല ഭാഷയല്ല, അത് ലോകത്ത് എല്ലാ ഭാഷകളിലും സംഭവിക്കുന്നതാണ്. മലയാള ഭാഷയ്ക്ക് മാത്രമല്ല, മലയാളം നന്നായിട്ട് അറിഞ്ഞുകൂടെങ്കിലും മലയാളത്തിൽ തന്നെ ആവിഷ്കരിക്കാനുള്ള അവരുടെ ആ താല്പര്യം ഉണ്ടല്ലോ, അതിനെ ബഹുമാനിക്കണം. പക്ഷേ അവർക്ക് മലയാളത്തിൽ നല്ല നിഷ്ണാതത്വമൊന്നും വന്നിട്ടില്ല, നല്ല വിൽപ്പത്തിയുമില്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ മലയാളത്തിൽ ആവിഷ്കരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്നുള്ളതിനെ ബഹുമാനിക്കാം. പക്ഷേ അവിടെ ഇംഗ്ലീഷ് വാക്യങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങളും ഇംഗ്ലീഷിൻ്റെ വാക്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇത്തിരിയോളം മലയാളത്തിൻ്റെ ഈ തേങ്ങാപ്പീരയും വെച്ച് മലയാളം പറയുന്നത് ഒന്നാമത് ഒരു പൊങ്ങച്ചാണ്, രണ്ടാമത് അത് അജ്ഞതയാണ്, മൂന്നാമത് അടിമത്തം. നീ എന്തിനടി എന്ന് ചോദിക്കുന്നത് ഒരു നാടിൻ്റെ വികാരം, ആ പ്രത്യേക സന്ദർഭത്തിൻ്റെ വികാരത്തിനെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഭാഷയാണ്. അതുപോലെ ശക്തി വേറൊന്നുമില്ല. ഓരോ നാട്ടിൽ പക്ഷെ അതിനെ ഏറ്റവും വികലമായിട്ടാണ് കാണിക്കുന്നത് മാധ്യമങ്ങൾ പോലും. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ തന്നെ തിരുവനന്തപുരം ഭാഷയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന കുറേ, ഇപ്പം ഞാൻ ഓരോ വ്യക്തികളെടുത്ത് പറയുന്നില്ല, ഓരോ താരങ്ങൾ വരുമ്പോൾ അത് തിരുവനന്തപുരം ഭാഷ, ഞാൻ തിരുവനന്തപുരത്താണ്, ഞാനിങ്ങനെ എന്തിര് അങ്ങനെ പറഞ്ഞിട്ടൊരു മോശമായി ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും. ഭാഷയാണ് മനോഹരം എന്നൊരു തെറ്റിദ്ധാരണയും പിന്നെ സിനിമാ ലോകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഓരോ നാട്ടിന്റെ ഭാഷയ്ക്കും അതിന്റെ മനോഹാരിതങ്ങളുണ്ട്, അത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യരുത്. ഭയങ്കരമായിട്ട് ലോക്കൽ സ്ലാങ് വികൃതമാക്കി ചിത്രീകരിക്കപ്പെടുന്നു സിനിമയിൽ ഇപ്പോൾ. അതിപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചി ആണെങ്കിലും ഒക്കെ. ഇത് കണ്ടു വളർന്ന പുതിയ തലമുറയ്ക്ക് ഭാഷയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഭാഷ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്. സൈക്കിന്റെ പ്രശ്നമാണ്, മലയാളിയുടെ ആത്മനിന്ദയുടെ പ്രശ്നമാണ്. അവന് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കലാരൂപം മിമിക്രിയാണല്ലോ. ഇപ്പം ഇതെല്ലാം മിമിക്രിയിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭാഷേനെയും കാര്യമൊക്കെ. അപ്പോൾ ഈ മനോഭാവത്തിൻ്റെ ഒരു മാറ്റം പ്രധാനമായിട്ട് ആവശ്യമാണ്. ഈ കേരളയുടെ മലയാളം എങ്ങനെയാണ്, ആ ഭാഷ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാറാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് കുറച്ച് നേരം സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് തുടക്കം തൊട്ട് എറണാകുളം ഭാഷ, കാലിക്കറ്റ് ഭാഷ, തൃശ്ശൂർ ഭാഷ, തിരുവനന്തപുരം ഭാഷ, ഇപ്പോൾ അവരവർക്ക് ഇപ്പം കേരളത്തിലകത്ത് തന്നെ അവരുടെ ഭാഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ അവർക്ക് തമ്മിൽ തന്നെ ഒരു എന്താ പറയാൻ ഒരു സങ്കടം വരുന്ന ഒരു കാര്യമാണ്. ഹിറ്റാകുന്ന മലയാളം ഗാനങ്ങൾ പോലും കഴിഞ്ഞ വർഷത്തെ എടുത്താൽ, അല്ലെങ്കിൽ ഈ വർഷം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ എടുത്താൽ പോലും അറിയാം അതും ഇംഗ്ലീഷ് മിക്സ്ഡ് ആണ്. ഇപ്പോൾ തന്നെ ആ
ഏറ്റവും സെല്ലുലോയിഡോ അതിൽ വന്നിരുന്ന പാട്ട് തന്നെ. ആ നാടൻ പാട്ടുകൾക്ക് എന്തോ ഒരു മാധുര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമായി ആ പാട്ടുകൾ. നിങ്ങൾക്ക് ഈ മിക്സ് ചെയ്ത് വരുന്നതെല്ലാം താൽക്കാലികമാണ്, കുറച്ചു കാലം നീണ്ടു നിൽക്കില്ല. അതാണ് പ്രശ്നം. ഒരു നല്ല പാട്ട് പാടാനുള്ള മത്സരത്തിന് ഒരു കുട്ടിയെ കൊണ്ട് നിർത്തിയാൽ ആ കുട്ടി പാടുന്നത് പഴയ നല്ല മലയാളത്തിലുള്ള സുന്ദരമായ പാട്ടായിരിക്കും. അതാണ് ഒരു പ്രശ്നം. ഈ മലയാളം കവിതകൾ ഈ യുവജനോത്സവ വേദികൾ കൊണ്ട് തീരെയാണ് നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇത് പിന്നെ പുറത്ത് കിടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭാഷയല്ല എന്ന് നമുക്ക് കുറ്റപ്പെടുത്താമെങ്കിലും അല്പമെങ്കിലും മലയാളം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇത്തരം വെബ്സൈറ്റ് കൂട്ടായ്മകളിൽ ബ്ലോഗുകളിലൊക്കെയാണ്. അല്ലല്ലോ കുട്ടി, മലയാളം ജീവിച്ചിരിക്കുന്നു. എത്രയോ നല്ല കൊള്ളാവുന്ന മാസികകൾ ഒരു കാര്യം നോക്കൂ, എല്ലാവരോടും ചോദിക്കൂ, ഈ മരം എന്നതിന് ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ട്? എല്ലാവരും ചോദിക്കാം. മരം എന്നതിന് ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ട്? സൂര്യൻ എന്നുള്ളതിന് എത്ര വാക്കുണ്ട്? വെള്ളത്തിന് എത്ര വാക്കുണ്ട്? കാടിന് എത്ര വാക്കുണ്ട്? ഒരുപാട് പര്യായങ്ങൾ വരുന്നത് മലയാളത്തിൽ. നിങ്ങൾ എന്ന് പറയുന്നത് യു എന്നല്ലാതെ നിങ്ങൾ എന്നുള്ളതിന് വേറെ ഒന്നുമില്ല. ഇത്രയും സംഗീതമുള്ള ഭാഷയാണ് മലയാളം. അത്രയധികം വാക്കുകളുടെ അപാര നിധി ഉള്ള ഭാഷയാണ് മലയാളം. 14,37,00,000 താളങ്ങളിൽ എഴുതാവുന്ന ഭാഷയാണ് മലയാളം. 14,37,00,000-ലധികം താളങ്ങളിൽ മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷിൽ 16 താളത്തിൽ എഴുതാനൊക്കെ ഉള്ളൂ. ഈ മലയാളത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ്, നമ്മളുടെ ഭാഷയുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ് മലയാളി ലോകത്ത് ഏത് ഭാഷ പഠിച്ചാലും ആ ഭാഷക്കാരനെക്കാട്ടിലും നന്നായി സംസാരിക്കുന്നത് മലയാളത്തിൻ്റെ സർഗ്ഗാത്മകത. നിങ്ങൾക്ക് കിട്ടിയത് ഈ മലയാളത്തിന് കിട്ടിയ ശേഷി കൊണ്ടാണ് അത് സാധിക്കുന്നത്. നമ്മുടെ ഒരു വലിയ ദുഃഖം ഇപ്പോൾ എന്താണെന്നറിയാമോ? കുട്ടികൾ കവിതയെന്ന് വെച്ചാൽ ഗദ്യത്തിൽ എഴുതാൻ അങ്ങ് ശീലിച്ചിരിക്കുന്നു. ഗദ്യ കവിത ഇപ്പോൾ എഴുതുള്ളൂ. മനോഹരമായ ഒരു ഭാഷ കയ്യിലുള്ളപ്പോൾ ഗദ്യകവിത മലയാളം വെറും റഫ് ഗദ്യം എഴുതി മുറിച്ച് എഴുതിയിട്ട് ഇത് കവിതയാണെന്ന് പറയുന്ന ഒരു വലിയ തലമുറ വളർന്നു വന്നിരിക്കുന്നു. എളുപ്പമുണ്ട്. മലയാളത്തിൻ്റെ ഈണമില്ല, മലയാളത്തിൻ്റെ ഗന്ധമില്ല, മലയാളത്തിൻ്റെ താളമില്ല, ഒന്നുമില്ലാതെ എഴുതിയിട്ട് ഇത് കവിതയാണെന്ന് പറയുന്നു.